ഒരുപാട് പ്രിയപ്പെട്ട പ്രേക്ഷകർ കമന്റ് ബോക്സിൽ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല മഴ ദിവസം ആശംസിക്കുകയാണ്. സംസ്ഥാനത്ത് ദുരിത പെയ്ത്താണ്. സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴ തുടരും. എറണാകുളം, തൃശൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. നാളെയും മറ്റന്നാളും ശക്തമായ മഴയ്ക്കാണ് സാധ്യത. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരളത്തിന് അകലെ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. വിവരങ്ങളുമായി അലക്സ് മുഹമ്മദ് ചേരുന്നു. അലക്സ്, ഏറ്റവും ഒടുവിൽ വരുന്ന അലർട്ട് എങ്ങനെയാണ്? ഈ മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ കേരളം കാത്തിരിക്കേണ്ടത് എന്താണ്? അലക്സ്. ഹാഷ്മി, പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. അതിലൊന്ന്, നേരത്തെ തെക്കൻ കേരള തീരത്ത് നിലനിന്നിരുന്ന ചക്രവാത ചുഴി അത് ശക്തി പ്രാപിച്ച് ന്യൂനമർദ്ദമായി മാറി എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിന് അകലെയല്ല, കേരള തീരത്തിനരികെ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുമ്പോൾ സ്വാഭാവികമായി കേരളത്തിന് ആശങ്കയാണ്. അത് കേരളത്തിലേക്കുള്ള പെയ്ത്ത്, മഴയുടെ പെയ്ത്ത് അതിന് ശക്തി കൂട്ടും ആ ന്യൂനമർദ്ദം എന്നുള്ളതാണ്. എന്താണെങ്കിലും അത് കണ്ടിരുന്നു തന്നെ കാണണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബംഗാൾ ഉൾക്കടലിൽ ഈ വർഷത്തെ ആദ്യത്തെ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം നിലനിന്നിരുന്നു. അത് തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു. അത് ചുഴലിക്കാറ്റായി മാറുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ഘട്ടത്തിൽ പ്രവചിക്കുന്നത്. റിമാൽ എന്നാണ് ആ ചുഴലിക്കാറ്റിന് പേര്. ഒമാൻ നിർദ്ദേശിച്ച പേരാണ് റിമാൽ ചുഴലിക്കാറ്റ് പശ്ചിമ ബംഗാൾ, ബംഗ്ലാദേശ് തീരത്ത് അത് തീവ്ര ചുഴലിക്കാറ്റായി ഞായറാഴ്ചയോടെ കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഈ ഘട്ടത്തിലെ പ്രവചനം. കേരള തീരത്ത് ആ ചുഴലിക്കാറ്റ് ആശങ്കയില്ല, പക്ഷേ അറബിക്കടലിലെ ന്യൂനമർദ്ദം നിലനിൽക്കുന്നു. അടുത്ത 3 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന പ്രവചനം വരുന്നുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗമായിട്ട്. അതിൽ തന്നെ ഇന്ന് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴ തുടരും. 14 ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിതീവ്ര മഴ ലഭിച്ച എറണാകുളത്തും തൃശ്ശൂരിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് അതിശക്തമായ മഴ പെയ്യും എന്ന മുന്നറിയിപ്പുള്ളത്. ആ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. നാളെയും മറ്റന്നാളും മധ്യ കേരളത്തിലും അതുപോലെ തെക്കൻ കേരളത്തിലും ശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്ന പ്രവചനമുണ്ട്. നാളെ 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും മഴ കനക്കും. പ്രത്യേകിച്ച് വൈകുന്നേരവും രാത്രിയുമൊക്കെ അതിതീവ്രമായ മഴയ്ക്ക് സാധ്യത നിലനിൽക്കുന്നു എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും കൂടി സാധ്യതയുണ്ട്. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും ജാഗ്രത തുടരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല, കേരള തീരത്ത് അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതുകൊണ്ട് തന്നെ ശക്തമായ കാറ്റ് അറബിക്കടലിലുണ്ട്. അതുപോലെ മോശം കാലാവസ്ഥയ്ക്കും കടലേറ്റത്തിനും കടലാക്രമണത്തിനും ഒക്കെ സാധ്യതയുണ്ട്. അതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന കർശന മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. ആ മുന്നറിയിപ്പ് കർശനമായി പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും നിർദ്ദേശിക്കുന്നുണ്ട്. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്കും ഒപ്പം കടലാക്രമണത്തിനും കൂടി സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത തുടരേണ്ടതുമുണ്ട്. ഹാഷ്മി. അലക്സ് മുഹമ്മദാണ് ഏറ്റവും ഒടുവിൽ വന്ന അലർട്ടിന്റെ വിവരങ്ങൾ നൽകിയത്. വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്നാണ് പറയുന്നത്. വലിയ വെള്ളമുണ്ടാകും, വലിയ കാറ്റ്, മഴക്കെടുതിയൊക്കെ പ്രതീക്ഷിക്കണം. ജലാശയങ്ങളൊക്കെ നിറഞ്ഞു കിടക്കുന്ന സമയമാണ്. ദൗർഭാഗ്യമായ വാർത്തകളൊക്കെ വരുന്ന, പോയ സീസണിലൊക്കെ വന്ന ഒരു കാലം കൂടിയാണ്. അതുകൊണ്ട് ഉറപ്പായും കുഞ്ഞുങ്ങളെ ജലാശയങ്ങളിൽ കളിക്കാനോ കുളിക്കാനോ ഒന്നും ഈ സമയത്ത് കർശനമായി വിടാതിരിക്കുക എന്നതും പ്രധാനമാണ്. കൊച്ചിയിൽ മഴ കനത്തതോടെ വെള്ളക്കെട്ട് അതിരൂക്ഷം. അത്താണിയിൽ മണ്ണിടിഞ്ഞു. ദേശീയപാതയിൽ അങ്കമാലി കരയാമറമ്പ് പാലത്തിന്റെ വശങ്ങൾ ഇടിഞ്ഞു താഴ്ന്നു. മട്ടാഞ്ചേരി ബസാർ റോഡിലെ കടകളിലും വെള്ളം വല്ലാതെ കയറി. കാലവർഷത്തിന് മുൻപേ എത്തിയ മഴ കനത്തതോടെ കൊച്ചിയിൽ വെള്ളക്കെട്ട് രൂക്ഷം. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ഇടപ്പള്ളി ടോൾ ജംഗ്ഷനിലും കലൂർ ആസാദ് റോഡിലും മഴ യാത്രക്കാരെ വലച്ചു. റോഡുകളിലുണ്ടായ വെള്ളക്കെട്ടിൽ ഗതാഗതവും തടസ്സപ്പെട്ടു. KSRTC സ്റ്റാൻഡിൽ ഇത്തവണയും വെള്ളം കയറി. ഇല്ല, ഭയങ്കര മഴയല്ലേ, ഭയങ്കര വെള്ളം കിട്ടും, വെള്ളപ്പൊക്കമല്ലേ. വരണ്ടാന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്, പക്ഷെ വരാതിരിക്കാൻ ഓർത്തിയില്ലല്ലോ, അതുകൊണ്ട് പോകുന്നതാണ്.
കാക്കനാട് അത്താണി കീരേലിമലയിൽ മണ്ണിടിഞ്ഞു. ദേശീയപാതയിൽ അങ്കമാലി കരയാമ്പറമ്പ് പാലത്തിന്റെ വശങ്ങൾ ഇടിഞ്ഞു താഴ്ന്നു. ഗർഡറുകൾ അവസാനിക്കുന്നിടത്താണ് ഇടിഞ്ഞു താഴ്ന്നത്. മട്ടാഞ്ചേരി ബസാർ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. വെള്ളം കടകളിലേക്കൊഴുകി. അരിയടക്കമുള്ള നിത്യോപയോഗ സാധനങ്ങൾ വെള്ളം കയറി നശിച്ചു. വരും ദിവസങ്ങളിലും എറണാകുളം ജില്ലയിൽ മഴ മുന്നറിയിപ്പുണ്ട്. തോരാമഴ തുടർന്നാൽ നഗരത്തിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം വീണ്ടും വെള്ളക്കെട്ടുണ്ടാകും. വിനീത വിജി, 24 കൊച്ചി. മഴവില്ലെന്നൊരു ഹാൻഡിൽ പറയുന്നു. ഹാഷ്മി, ഈ വർഷവും കേരളത്തിൽ പ്രളയം ഉണ്ടാകും. മഴവില്ലേ, മിണ്ടല്ലേ. മഴക്കെടുതിയിൽ വലയുകയാണ് കോഴിക്കോട് ജില്ലയും. പന്തീരങ്കാവിൽ ദേശീയപാതയുടെ സർവീസ് റോഡ് ഇടിഞ്ഞ് വീടുകൾക്ക് മുകളിൽ പതിച്ചു. മാവൂർ മേഖലയിൽ വ്യാപക കൃഷിനാശം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കോർപ്പറേഷൻ പരിധിയിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നതിൽ ജലവിഭവ വകുപ്പിനെ വിമർശിച്ച് മേയർ രംഗത്തെത്തി. ഇന്നലെ രാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെ അതിതീവ്ര മഴയാണ് കോഴിക്കോട് അനുഭവപ്പെട്ടത്. തോരാമഴയിൽ പലയിടങ്ങളിലും വീടുകളിൽ വെള്ളം കയറി. ബാലുശ്ശേരി, നന്മണ്ട, രാമനാട്ടുകര, പെരുമണ്ണ എന്നിവിടങ്ങളിൽ ജനങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. മോട്ടോർ ഉപയോഗിച്ച് പുറത്തേക്ക് പമ്പ് ചെയ്താണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കിയത്. വിഷയത്തിൽ ആരോഗ്യമന്ത്രി അടിയന്തര റിപ്പോർട്ട് തേടി. പന്തീരങ്കാവ് ദേശീയപാത 66 സർവീസ് റോഡും സംരക്ഷണ ഭിത്തിയും തകർന്ന് വീടുകൾക്ക് മുകളിലേക്ക് പതിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. അശാസ്ത്രീയ നിർമ്മാണമാണ് നടന്നതെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇതിന്റെ വർക്ക് തുടങ്ങിയ സമയത്ത് തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതാണ്, ഈ രൂപത്തിൽ ചെയ്യണം. കാരണം അങ്കലവാടി, അമ്പലം, വീടുകൾ ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടെ പരമാവധി ഹൈറ്റ് കുറച്ചിങ്ങാട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അവർ അത് രൂപത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അവർ അതിന് വിപരീതമായിട്ടാണ് വർക്ക് ചെയ്തത്. അതിനൊരു ദുരന്ത ഫലമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാവൂർ മേഖലയിൽ വ്യാപക കൃഷിനാശമുണ്ടായി. പ്രദേശത്തെ റോഡുകൾ ഇടിഞ്ഞു താഴ്ന്നു. വെള്ളക്കെട്ടിൽ പലയിടത്തും ഗതാഗത കുരുക്കും രൂക്ഷമാണ്. മാവൂർ റോഡും സ്റ്റേഡിയം ജംഗ്ഷനും മാനാഞ്ചിറയ്ക്ക് സമീപത്തെ റോഡും ഇത്തവണയും വെള്ളത്തിനടിയിലാണ്. കല്ലായിപ്പുഴയുടെ ആഴം കൂട്ടാതെ പ്രശ്നം പരിഹരിക്കപ്പെടില്ലെന്ന് മേയർ ബീന ഫിലിപ്പ് 24നോട്. ദുരന്ത നിവാരണത്തിൻ്റെ പ്രശ്നമാണ്. അവിടെ പണത്തിൻ്റെ ഒരു കണക്ക് പഴയത് മാത്രം നോക്കി നിൽക്കാൻ പറ്റില്ല. ആ ഒരു തീരുമാനം ധൈര്യത്തോടെ എടുക്കാൻ ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ വകുപ്പിനും സാധിച്ചെങ്കിലേ നമുക്ക് ഈ പണി വേഗത്തിൽ തുടങ്ങാൻ പറ്റുള്ളൂ. നന്മണ്ട ചീക്കിലോട് മതിൽ തകർന്ന് വീടിന് മുകളിലേക്ക് പതിച്ചു. വീട്ടിലുള്ളവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കുന്നമംഗലത്ത് പൊതുകിണർ ഇടിഞ്ഞു താഴ്ന്നു. കൊയിലാണ്ടിയിൽ കനത്ത കാറ്റിൽ മരം കടപുഴകി വീണതിനെ തുടർന്നുണ്ടായ ഗതാഗത തടസ്സം അഗ്നിശമന സേനയെത്തി പരിഹരിച്ചു. 24 കോഴിക്കോട്. തിരുവനന്തപുരവും കൊച്ചിയും കണ്ട അതേ അവസ്ഥയാണ് തൃശ്ശൂരും. ശക്തമായ മഴയിൽ നഗരം മുങ്ങി. 2 ഫ്ളാറ്റുകളും അശ്വിനി ആശുപത്രിയിലും വെള്ളം കയറിയതിനെ തുടർന്നുണ്ടായത് കോടികളുടെ നാശമാണ്. കോർപ്പറേഷനിലെ വെള്ളക്കെട്ടിൽ മേയർക്കെതിരെ കുളവാഴയേന്തി പ്രതിഷേധിച്ച പ്രതിപക്ഷ കൗൺസിലർമാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. വെള്ളക്കെട്ടിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ അടിയന്തര യോഗം വിളിച്ചു. രാത്രി 7 മണിക്ക് തുടങ്ങിയ മഴ മിനിറ്റുകൾക്കുള്ളിൽ തൃശൂർ നഗരത്തെ വെള്ളത്തിലാഴ്ത്തി. അശ്വിനി ആശുപത്രി, വടക്കേച്ചിറയിലെ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ, വടക്കേ ബസ് സ്റ്റാൻഡിന് പുറകിലെ വീടുകൾ എന്നിവയിൽ വെള്ളം കയറി. വിവിധയിടങ്ങളിൽ മതിലുകൾ തകർന്നു. അശ്വിനി ആശുപത്രിയിൽ മാത്രം 3 കോടിയിലധികം രൂപയുടെ നാശനഷ്ടമുണ്ടായെന്നാണ് കണക്ക്. കാഷ്വാലിറ്റി, സ്കാനിംഗ് സെന്റർ തുടങ്ങി ആശുപത്രിയുടെ 1ാം നില പൂർണ്ണമായും വെള്ളത്തിലായി. നഗരത്തിലെ ഓടകൾ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി വൃത്തിയാക്കാതിരുന്നതാണ് വെള്ളക്കെട്ടിനിടയാക്കിയത്. ഇതോടെ LDF ഭരിക്കുന്ന തൃശൂർ കോർപ്പറേഷനെതിരെ പ്രത്യക്ഷ സമരവുമായി UDF കൗൺസിലർമാർ രംഗത്തെത്തി. തൃശൂരിലെ വെള്ളക്കെട്ട് മനുഷ്യസൃഷ്ടി എന്ന പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ. എവിടെയാണ് മേയർ എന്ന് 3 ദിവസമായിട്ട് അറിയുന്നില്ല. ഇത്രയധികം വാർത്തകൾ വന്നിട്ടും മേയർ തിരിഞ്ഞു നോക്കുന്നില്ല. ഇവിടെ 100 കണക്കിന് വീടുകൾ വെള്ളം കയറി. ഇന്ന് കളക്ടറെ, സെക്രട്ടറിയെ വിളിപ്പിച്ചു. കളക്ടറെ, സെക്രട്ടറിയെ ശാസിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെരഞ്ഞെടുപ്പ് ചട്ടം, മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തടസ്സമല്ല എന്ന് കളക്ടർ പറഞ്ഞു.
അത്രമാത്രം ഗൗരവത്തില് കളക്ടറടക്കം ഇടപെടുമ്പോൾ മേയർ എവിടെ, ഈ ജില്ലയിലെ മന്ത്രിമാരെവിടെ? വെള്ളക്കെട്ടിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ അടിയന്തര യോഗം വിളിച്ച് തുടർ നടപടികൾ ചർച്ച ചെയ്തു. ഹോസ്പിറ്റലും 2 അപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടർഗ്രൗണ്ടും 3 വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. എല്ലാ ഇൻസിഡൻറ്റിൻ്റെ കാരണം ഞാൻ ചോദിക്കാൻ വേണ്ടിയാണ് കോർപ്പറേഷൻ സെക്രട്ടറിനും ഇന്ന് 11:30 ഞാൻ വിളിച്ചത്. ഇറിഗേഷൻ്റെ കനാൽസും LSGDയും അവരുടെ പരിധിയിലുള്ള കനാൽസും ക്ലീൻ ചെയ്യുന്നതാണ്. ഓക്കെ, ജില്ലാ ഭരണകൂടമാണ് തീർച്ചയായിട്ടും മുനക്കൽ ബണ്ടിൻ്റെ റെഗുലേഷനും ഏനമാക്കലും അതെല്ലാം നോക്കുന്നത്. മഴക്കാലപൂർവ്വ ശുചീകരണത്തിനായി 3 കോടി രൂപ വകയിരുത്തിയെങ്കിലും തൃശൂർ കോർപ്പറേഷനിൽ ഇതുവരെയും ടെൻഡർ നടപടികൾ പോലും തുടങ്ങിയിട്ടില്ല. തൃശൂരിന്റെ ഗ്രാമീണ മേഖലകളിലും മഴക്കെടുതി രൂക്ഷമാണ്. 24 തൃശൂർ. ഷുക്കൂർ പറയുന്നുണ്ട് ലക്ഷദ്വീപിൽ നല്ല മഴയാണ്, അക്കാര്യത്തിൽ കേരളത്തിനും പക്ഷേ വലിയ വെള്ളക്കെട്ടൊന്നുമില്ല, നേരെ ഒരു ചാട്ടം ചാടി കടലിൽ ചേരുന്നു എന്ന് പറയുന്നു. ശ്രീരാജ് കാലിക്കട്ട് പറയുന്നു ഇന്നലെ എൻ്റെ വീടിന് മുന്നിലെ മതിലിടിഞ്ഞു വീണു, കോഴിക്കോട് നല്ല മഴയായിരുന്നു ഇന്നലെ എന്ന് പറയുന്നു. അപ്പം എന്താണ്, ഒരു മതിലൊന്നുമല്ല, ഒരുപാട് നാശമുണ്ടായി. കനത്ത മഴയിൽ സംസ്ഥാനത്ത് വ്യാപകമാണ് നാശം, വിവിധയിടങ്ങളിൽ റോഡ് ഇടിഞ്ഞ് താഴ്ന്നു. ആലപ്പുഴ പുറക്കാടും കൊല്ലത്ത് കിഴക്കേ കല്ലടയിലും വീടുകൾക്ക് മുകളിൽ മരം വീണു. മഴക്കാല മുന്നൊരുക്കങ്ങൾ പരാജയപ്പെട്ടതോടെ കൊച്ചി, തൃശൂർ, കോഴിക്കോട് നഗരങ്ങളിൽ വെള്ളക്കെട്ട് ദുരിതം അതിരൂക്ഷമായി തുടരുകയാണ്. തൃശൂരിൽ പ്രതിപക്ഷ കൗൺസിലർമാർ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. കുട്ടനാട് മങ്കൊമ്പ് ചമ്പക്കുളം റോഡിലും സമീപ വീടുകളിലും വെള്ളം കയറി. കുട്ടനാട് നിന്ന് മനീഷ് മഹിബാൽ, തൃശൂരിൽ നിന്നും സൂരജ് സജി ഏറ്റവും ഒടുവിലെ വെള്ളക്കെട്ടിന്റെ വിവരങ്ങളിലേക്ക് ചേരുന്നുണ്ട്. ആദ്യം മനീഷിലേക്കാണ്. മനീഷ്, കുട്ടനാടിന് വെള്ളക്കെട്ട്, വെള്ളപ്പൊക്കമൊക്കെ അവരുടെ ദുർവിധിയാണ്. കാലാകാലങ്ങളിൽ അവരതിനോട് ശീലപ്പെട്ടവരാണ്. പക്ഷേ ഇക്കുറി കുറച്ചുകൂടി കടുക്കുന്നുണ്ട്, കുറച്ചുകൂടി ദുരിതപ്പെടുത്തുന്നുണ്ടല്ലേ? ഹാഷ്മി, മഴക്കാലത്താണെങ്കിൽ കുട്ടനാട്ടിൽ ഇങ്ങനെ വെള്ളം പൊങ്ങുന്നതൊക്കെ തന്നെ അതൊരു അസാധാരണമായ സംഭവമല്ല. പക്ഷേ ഇത് ഏകദേശം ഒരു ദിവസമെന്ന് പറയാൻ കഴിയില്ല, ഏതാനും മണിക്കൂറുകൾ മാത്രം പെയ്ത മഴയിലാണ് ഇത്. ആ ദൃശ്യങ്ങൾ കാണാം. ചില മനുഷ്യരെ, അവരൊക്കെ തന്നെ അഭയാർത്ഥികളെ പോലെ നിൽക്കേണ്ട അവസ്ഥയാണ്. പലർക്കും വീടുകളിൽ താമസിക്കാൻ പറ്റുന്നില്ല. ഞാൻ നിൽക്കുന്ന സ്ഥലം മങ്കൊമ്പാണ്. മങ്കൊമ്പ് മണപ്പള്ളി പുളിങ്കുന്ന് പഞ്ചായത്ത് 15-ാം വാർഡിലെ മനുഷ്യരുടെ അവസ്ഥയാണിത്. സമീപത്തെ പാടശേഖരങ്ങളിൽ നിന്നും അനിയന്ത്രിതമായി വെള്ളം ഇങ്ങോട്ടേക്ക് റോഡുകളിലേക്കും ഒക്കെ തന്നെ വീടുകളിലേക്കും കയറുന്നതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് വീടുകളിൽ കഴിയാൻ പറ്റാതെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകേണ്ട അവസ്ഥയുള്ളത്. ഇതൊരു ഗ്രാമീണ റോഡാണ്, തോടല്ല. ഈ റോഡിൻ്റെ അവസ്ഥ ഇതാണ്. ഇത് ഇനി എപ്പോൾ ഈ വെള്ളം വറ്റുമെന്നുള്ളതാണ് ഇവർക്ക് ആശങ്ക. കാരണം ഇനി കടുത്ത വേനൽ വന്ന് സൂര്യൻ വന്ന് അത്രയും വെള്ളം പോകാൻ ഏതാനും മാസങ്ങൾ തന്നെ എടുക്കും. അത്രത്തോളം കാലം ഈ വെള്ളത്തിൽ കഴിയണം. ജലജന്യ രോഗങ്ങളുണ്ടാകും, പല അസുഖങ്ങളുണ്ടാകും, ഒപ്പം തന്നെ ഈ ഇഴജന്തുക്കളുടെ പ്രശ്നങ്ങളുണ്ടാകും. ഇഴജന്തുക്കളുടെ പ്രശ്നമൊക്കെ ഉണ്ടാകാറുണ്ടോ? നീർനായ പോണക്കുള്ള മുഴുവനും സാധനങ്ങളും നമുക്ക് കാറ്റിൽ നിന്ന് ഈ പാടശേഖരത്ത് വെള്ളം കയറ്റിയ സമയത്ത് ഇതിനകത്തോട്ട് വന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ വെളിയിലിറക്കാതെ വളരെയധികം സൂക്ഷിച്ചാണ് നമ്മൾ കൈകാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം കുഞ്ഞുങ്ങൾക്ക് വെളിയിറങ്ങിയാൽ ഇത് കടിക്കും. ആ ഒരവസ്ഥയിലാണ് നമ്മളിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ശീലമായി. ഞങ്ങൾ 6 മാസം വെള്ളം, 6 മാസം കര. തവളയുടെ അവസ്ഥയാണ് ഞങ്ങളുടെ ഇവിടുത്തത്. അതിൽ കൂടുതൽ ഇപ്പോൾ എല്ലാം പറയാനായിട്ട് വെച്ചിരുന്ന വാഴകൾ, കപ്പകൾ, അങ്ങനെയുള്ള സകല സാധനങ്ങളും പറമ്പിലേ പോയി. ഇതിപ്പോൾ പുറംബണ്ട് കോടിക്കണക്കിന് സർക്കാർ മുടക്കി പുറംബണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ പാടശേഖരത്തിൻ്റെ ഒറ്റ ഒരു ഇതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വെള്ളം കയറി കിടക്കുന്നത്. അത് സമയത്ത് പമ്പ് ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഞങ്ങൾക്കാർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വെക്കേഷൻ തീരാറായി. ഈ 10 ദിവസം പോലും കുഞ്ഞുങ്ങൾക്ക് പെരക്കകത്തുനിന്ന് പുറത്തിറങ്ങാൻ ഒക്കത്തില്ല. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഈ കുട്ടനാട്ടിൽ ഈ വെള്ളം പൊങ്ങുന്നതൊക്കെ തന്നെ ഒരു സാധാരണ രീതിയാണ്, അതിനകത്ത് പ്രത്യേകത ഒന്നും ഇല്ലെന്നാണ്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഇത് പുറംബണ്ട് കെട്ടി ശക്തിപ്പെടുത്തുകയാണെങ്കിൽ, ഒപ്പം തന്നെ ഈ പാടശേഖരത്തുള്ള വെള്ളം അത് മഴക്കാലത്ത് ഈ വേനൽമഴ എത്തുന്നതിന് മുൻപ് തന്നെ ഒപ്പം തന്നെ ഈ പാടശേഖരത്തിലെ വെള്ളമൊക്കെ തന്നെ പമ്പ് ചെയ്ത് കൃത്യസമയത്ത് മാറ്റുകയായിരുന്നെങ്കിൽ ഇവർക്ക് ഈ പ്രശ്നം ഉണ്ടാവുകയില്ല. അതേ പ്രായമായൊരു അമ്മയടക്കം ഉള്ള ആളുകൾക്ക് ഈ വെള്ളത്തിൽ വന്ന് നിൽക്കേണ്ട അവസ്ഥയാണുള്ളത്. എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണോ? എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പ്രായമുള്ള ഒരു മനുഷ്യനും ഉണ്ട്. ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ അവിടെ. പിന്നെ എന്താ ചെയ്യാനാ, ജീവിക്കണ്ടേ? ഇങ്ങനെ ജീവിക്കൂലേ? ജീവിക്കുന്നു, ഒരു ജീവിക്കും. അല്ല ഇപ്പം എന്നാ ചെയ്യാനാ? അപ്പം ഹാഷ്മി, ഇതൊക്കെയാണ് ഇവരുടെ അവസ്ഥ. ഈ മങ്കൊമ്പിലും ഒപ്പം തന്നെ പുളിങ്കുന്ന്, ചമ്പക്കുളം, ഇടത്വ റൂട്ടിലെ റോഡുകളിലേക്കും ഇത്തരത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്. അങ്ങനെ ഗതാഗത പ്രശ്നങ്ങളുമുണ്ട്. ഒപ്പം തന്നെ നിരവധി കുടുംബങ്ങൾ, ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഏകദേശം 250 കുടുംബങ്ങളുണ്ട്, അവിടെ മാത്രം വെള്ളം കയറി. അങ്ങനെ മങ്കൊമ്പ്, എടത്വ, പുളിങ്കുന്ന് സ്ഥലങ്ങൾ, ചമ്പക്കുളം സ്ഥലങ്ങളിൽ നിരവധി റോഡുകളും ഈ പറയുന്ന വീടുകളും ഒക്കെ തന്നെ ഈ ഏതാനും മണിക്കൂറുകൾ പെയ്ത മഴയിൽ വെള്ളത്തിലാകുന്ന സ്ഥിതിയിലേക്ക് എത്തി. ഹാഷ്മി. മനീഷ് മഹിബാലാണ്. കുട്ടനാട്ടുകാർ കാലങ്ങളായി പറയുന്നതാണ് അവിടുത്തെ വെള്ളപ്പൊക്കത്തിൻ്റെ അവസ്ഥ, ദുരവസ്ഥയെക്കുറിച്ച്. ഒരു ചേച്ചി പറയുന്നത് പോലെ 6 മാസം വെള്ളത്തിൽ, 6 മാസം കരയിൽ. തവളയുടെ അവസ്ഥയാണ്, അതിലപ്പുറം അതിനെ വിശേഷിപ്പിക്കാൻ പറ്റത്തില്ല. തൃശ്ശൂരിൽ സൂരജ് സജി കൂടി ചേരുന്നുണ്ട്. സൂരജ്, ഇന്നലെ നമ്മൾ കണ്ടത് ഇവിടെ PCB ഓഫീസിലേക്ക് ചത്തമീനെറിഞ്ഞതാണെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്നത് തൃശ്ശൂരിലെ കുളവാഴയാറാണ്. ഗതികെട്ട് ജനം ചെയ്യുന്നതാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണത്തിൻ്റെ അഭാവം, പരാജയം എന്ന് വ്യക്തമല്ലേ തൃശ്ശൂരിൽ?
സൂരജ്. ഫെബ്രുവരിയിൽ തന്നെ ഇത് സംബന്ധിച്ച് UDF കൗൺസിലർമാർ നോട്ടീസ് നൽകിയിരുന്നതാണ്. പക്ഷേ ഇതുപോലും മുഖവിലക്കെടുത്തില്ല എന്ന് മാത്രമല്ല, ഇതിന്റെ ടെൻഡർ നടപടികൾ പോലും ഇതുവരെയും ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ UDF കൗൺസിലർമാരും പ്രതിപക്ഷ കൗൺസിലർമാർ അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. അത് തന്നെയാണ് ഇന്നലെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് തൃശ്ശൂരിനെ കൊണ്ടുപോയത്. അശ്വിനി ആശുപത്രി തുടങ്ങി 2 ഫ്ളാറ്റ് സമുച്ചയങ്ങൾ തുടങ്ങി നിരവധി വീടുകൾ ഉൾപ്പെടെ ഇന്നലെ പെയ്ത മഴയിൽ, അതും മണിക്കൂറുകൾ പോലും നീണ്ട മഴയല്ല, മഴ തുടങ്ങി മിനിറ്റുകൾക്കകം തന്നെ വെള്ളത്തിലാകുന്ന ഒരു സ്ഥിതിയായിരുന്നു. അത് പ്രധാനമായും ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കാതെ പോയതിന്റെ ഭാഗമായി കൊണ്ടാണ്. എല്ലാ ഓടകളും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. സമീപത്തെ കൈത്തോടുകളാകട്ടെ അവിടെ കുളവാഴകൾ നിറഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് കുളവാഴ എന്തിക്കൊണ്ടുള്ള ഒരു വ്യത്യസ്തമായ സമരം അത് UDF കൗൺസിലർമാർ നടത്തിയത്. ആ സമരം ഈ ഗേറ്റിന് മുന്നിൽ തടയുകയും ചെയ്തു. തൊട്ടു പിന്നാലെ വലിയ രീതിയിൽ പോലീസിനെ മറികടന്നുകൊണ്ട് ഇങ്ങോട്ട് കയറാൻ UDF കൗൺസിലർമാർ ശ്രമം നടത്തിയതോടുകൂടി പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. എന്തായാലും ഈ ടെൻഡർ നടപടികൾ പോലും മഴക്കാല ശുചീകരണത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തൃശൂർ കോർപ്പറേഷനിൽ സമരം ശക്തമാണ്. അതോടൊപ്പം തന്നെ തുടർ നടപടികൾ, അതായത് അടിയന്തര നടപടികൾ കൈക്കൊള്ളുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി ജില്ലാ ഭരണകൂടവും രംഗത്തെത്തിയിട്ടുണ്ട്. കാശ്മീർ. സൂരജ് സജിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ പ്രതിഷേധങ്ങളിലേക്കൊക്കെ ജനം പോകും. അവസ്ഥ ഇതാണ്, ഇങ്ങനെയാണെങ്കിൽ. കാര്യം നേരത്തെ തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ആവശ്യകതയെ പറ്റിയൊക്കെ പറഞ്ഞിട്ടും അത് ശ്രദ്ധിക്കാതിരിക്കുന്ന ഭരണാധികാരികൾക്കെതിരെയാണ് പ്രതിഷേധം. ഇതൊരു പ്രേക്ഷകൻ പറയുകയാണ്, ഇന്നലെ രാത്രി ശക്തമായ മഴയും കാറ്റും ഉണ്ടായി. എൻ്റെ ഓട്ടോ ഓടിക്കുമ്പോൾ 1 സെക്കൻഡിൻ്റെ വ്യത്യാസത്തിൽ എൻ്റെ മുന്നിൽ റോഡിൽ ഒരു തെങ്ങ് കടപുഴകി വീണു കൈവേലിയിൽ എന്ന് പറയുകയാണ്. അപ്പോൾ സൂക്ഷിക്കുക, വണ്ടി ഓടിക്കുന്നവരും അല്ലാത്തവരും ഒക്കെ സൂക്ഷിക്കേണ്ട കാലം കൂടിയാണിത്. എന്തായാലും തുടർച്ചയായി പെയ്യുന്ന മഴയിൽ തെക്കൻ കേരളത്തിൽ വ്യാപകമാണ് നാശം. വർക്കല ക്ലിഫിൽ മണ്ണിടിഞ്ഞു. വെള്ളക്കെട്ടിൽ നഗരത്തിൽ പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു. ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് അരുവിക്കര ഡാമിന്റെ ഷട്ടർ തുറന്നു. തലസ്ഥാനത്ത് നഗരത്തിലും മലയോര മേഖലയിലും അതിശക്തമായ മഴ തുടരുകയാണ്. രാത്രി മുതൽ പെയ്ത മഴയിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി. തമ്പാനൂർ, കിഴക്കേക്കോട്ട, വള്ളക്കടവ്, കരമന ഭാഗത്ത് റോഡുകളിലുണ്ടായ വെള്ളക്കെട്ടിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. വർക്കല പാപനാശം ബീച്ചിനോട് ചേർന്നുള്ള കുന്നിന്റെ ഒരു ഭാഗം രാവിലെ ഇടിഞ്ഞു വീണു. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വിനോദസഞ്ചാരികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊന്മുടിയിലേക്ക് യാത്രാവിലക്ക് തുടരുകയാണ്. അരുവിക്കര ഡാമിന്റെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്നാണ് ഷട്ടറുകൾ തുറന്നത്. വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ്. നെയ്യാറ്റിൻകര ദിനവച്ചപുരം ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലെ മതിൽ മഴയിൽ ഇടിഞ്ഞു വീണു. ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. കൊല്ലം കിഴക്കേക്കല്ലടയിൽ കനത്ത മഴയിൽ തെങ്ങ് വീണ് വീട് തകർന്നു. കൊച്ചുപ്ലാമൂട് സ്വദേശി ഷാജിയുടെ വീടാണ് തകർന്നത്. ശബ്ദം കേട്ട് കുടുംബാംഗങ്ങൾ ഓടി മാറിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. 24 തിരുവനന്തപുരം. കോട്ടയം ജില്ലയിലും ശക്തമായ മഴയാണ് പെയ്തത്. ഓണംതുരുത്തിൽ യുവാവ് വെള്ളക്കെട്ടിൽ വീണു മരിച്ചു. മങ്ങാട്ടുകുഴി സ്വദേശി വിനോദ് കുമാറാണ് മരിച്ചത്. ഞീഴൂരിൽ റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു താഴ്ന്നു. പലയിടങ്ങളിലും വെള്ളക്കെട്ട് തുടരുകയാണ്. ഇന്നലെ വൈകുന്നേരം ആരംഭിച്ച മഴ ഇന്ന് പുലർച്ചെയും തുടർന്നു. കോട്ടയം നഗരത്തിലും കോടയിലുമാണ് കൂടുതൽ മഴ രേഖപ്പെടുത്തിയത്. കോടയിൽ 133 മില്ലിമീറ്റർ മഴ പെയ്തു. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലും മഴ ശക്തമായിരുന്നു. കടുത്തുരുത്തി, പാമ്പാടി തുടങ്ങിയ സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു. മീനച്ചിലാറ്റിലെ ജലനിരപ്പും ഉയർന്നിട്ടുണ്ട്. പാലാ, തീക്കോയി മേഖലകളിലാണ് ജലനിരപ്പ് ഉയർന്നത്. ഇതിനിടെ വെള്ളക്കെട്ടിൽ വീണ് ഓടംതുരുത്തിൽ യുവാവ് മരിച്ചു. മങ്ങാട്ടുകുഴി സ്വദേശി വിനോദ് കുമാറാണ് മരിച്ചത്. ഇന്നലെ മീൻ പിടിക്കാൻ പോയ യുവാവിനെ കാണാതായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കനത്ത മഴയിൽ ഞീഴൂർ കാട്ടാമ്പാക്ക് റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു താണു. ഇന്നലെ വൈകിട്ടാണ് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞത്. 40 മീറ്ററോളം മണ്ണ് വലിയ തോട്ടിലേക്ക് പതിച്ചു. റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഉച്ചയ്ക്ക് ശേഷം അല്പം ശമനം വന്നിട്ടുണ്ട് മഴയ്ക്ക്. എന്നാൽ വരും മണിക്കൂറുകളിൽ അതിശക്തമായ മഴ പെയ്യുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. കോട്ടയത്ത് നിന്ന് സജീവനസിനൊപ്പം ടോബി ജോൺസൺ, 24. അതിനിടയിൽ കാസർഗോഡ് നിന്നൊരു കാഞ്ഞങ്ങാട് വെള്ളക്കല്ലിൽ ഒരു പെരുമ്പാമ്പിനെ പിടികൂടി. കോളിച്ചാൽ വെള്ളക്കല്ലിലെ ജിതേഷിന്റെ പറമ്പിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. പെരുമ്പാമ്പ് കോഴിയെ വിഴുങ്ങുന്നതിനിടെ വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ഇനി മഴയുടെ തുടർച്ചയാണെന്ന് അറിയില്ല കേട്ടോ. കനത്ത മഴയിൽ മലപ്പുറം ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ടാണ്. പലയിടങ്ങളിലും റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കൊണ്ടോട്ടി, ചെറുകാവ്, നെച്ചിയിലും തേഞ്ഞിപ്പാലത്ത് സ്പിന്നിംഗ് മില്ലിന് സമീപത്തുമാണ് റോഡിലേക്ക് മണ്ണിടിഞ്ഞത്. മുന്നിയൂരിൽ കല്ലടത്താഴത്ത് SC കോളനിയിലെ വീടുകൾ അപകടാവസ്ഥയിലാണ്. തുടർച്ചയായ മഴയിൽ മണ്ണിടിഞ്ഞു വീഴുന്നതാണ് പ്രതിസന്ധി. തേഞ്ഞിപ്പലം പള്ളിക്ക ബസാറിൽ വീടുകളിൽ വെള്ളം കയറുകയും ചെയ്തു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള 3 വിമാനങ്ങൾ റദ്ദാക്കി. ഇന്ന് രാത്രി പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളാണ് റദ്ദാക്കിയത്. ശക്തമായ മഴയെ തുടർന്നാണ് കരിപ്പൂർ വിമാനത്താവളങ്ങൾ വഴിയുള്ള വിമാനങ്ങൾ റദ്ദാക്കിയത്. ഇന്ന് രാത്രി 8:35 പുറപ്പെടേണ്ട കോഴിക്കോട് റിയാദ് എയർ ഇന്ത്യ എക്സ്പ്രസ്, 10:05 പുറപ്പെടേണ്ട കോഴിക്കോട് അബുദാബി എക്സ്പ്രസ്,
രാത്രി 11:10 പുറപ്പെടേണ്ട കോഴിക്കോട് മസ്കറ്റ് എക്സ്പ്രസ് എന്നിവയാണ് റദ്ദാക്കിയത്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് എയർ ഇന്ത്യയുടെ 2 വിമാനങ്ങൾ ഇന്ന് രാവിലെ ഏറെ വൈകിയാണ് സർവീസ് നടത്തിയത്. ദോഹ കരിപ്പൂർ വിമാനം രാവിലെ വഴിതിരിച്ചുവിട്ട് മംഗലാപുരത്ത് ഇറക്കിയിരുന്നു. കാലാവസ്ഥ അനുകൂലമായതോടെ ഉച്ചയോടുകൂടിയാണ് ഈ വിമാനം കരിപ്പൂരിലെത്തിയത്. വിമാനം വൈകുന്നതിനെതിരെ യാത്രക്കാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. 24 മലപ്പുറം. നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. റോഷ്നി പറയുന്നുണ്ട്, പ്രകൃതി ദുരന്തങ്ങൾ ഒരു പരിധിവരെ മുൻ നടപടികൾ എടുത്താൽ തടയാനാകും. അത് നടപ്പാക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കാൻ വകുപ്പുണ്ടോ ചോദിക്കുന്നു. ലിജോ കുര്യൻ, ആറ്റിലും തോട്ടിലും മണൽ വാരിക്കാത്തത് കാരണം അവിടെ കിടക്കുന്ന വെള്ളം കരയിൽ വരുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ മഴയെക്കുറിച്ച് ഒരുപാട്. ചാലക്കുടിയിൽ ഇപ്പോൾ മഴയില്ല എന്ന് സന്തോഷത്തിന് പറയുന്നുണ്ട്. കുട്ടനാട് ജാഗ്രത പാലിക്കുക, കിഴക്കൻ വെള്ളം വരും, നല്ല മഴയാണ് എന്ന് ബിജു തോമസ് പറയുന്നു. ഉഷാ സുജിത്ത്, ഇത്രയും ദിവസം മഴയൊന്നും പെയ്യാണ്ടായിരുന്നു, 2 ദിവസം പെയ്തപ്പോൾ ഇങ്ങനെയായി. ആരോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഈ നാട് ഇങ്ങനെയാണ്. നാടിൻ്റെ പ്രശ്നമല്ല ഇത്, ക്ലൈമാറ്റിക് എക്സ്ട്രീംസിൻ്റെ എന്താണ് നമ്മൾ അങ്ങേയറ്റങ്ങൾ കാണുന്ന വർഷങ്ങളാണല്ലോ കഴിഞ്ഞ കുറേ വർഷങ്ങൾ. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സംസ്ഥാനത്തെ IT പാർക്കുകളിലെ മദ്യശാലകൾ ഈ വർഷം തന്നെ ആരംഭിക്കും. പ്രതിപക്ഷ എതിർപ്പ് മറികടന്ന് നിർദ്ദേശങ്ങൾക്ക് സബ്ജക്ട് കമ്മിറ്റി അംഗീകാരം നൽകി. 20 ലക്ഷം രൂപയാണ് ലൈസൻസ് ഫീസ്. രാവിലെ 11 മുതൽ രാത്രി 11 വരെയാകും ഈ മദ്യശാലകൾ പ്രവർത്തിക്കുക. സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ മദ്യനയത്തിന്റെ ഭാഗമായിട്ടായിരുന്നു IT പാർക്കുകളിൽ മദ്യശാലകൾ ആരംഭിക്കാനുള്ള തീരുമാനം. അബ്കാരി നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്നതോടെ പ്രതിപക്ഷത്ത് നിന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കെ ബാബുവും എതിർപ്പുന്നയിച്ചു. ഇതോടെ നിർദ്ദേശങ്ങൾ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു. വിശദ ചർച്ചകൾ നടന്നപ്പോഴും പ്രതിപക്ഷം എതിർപ്പ് ആവർത്തിച്ചു. ഇത് തള്ളിയാണ് സബ്ജക്ട് കമ്മിറ്റി നിർദ്ദേശങ്ങൾക്ക് അംഗീകാരം നൽകിയത്. IT പാർക്കുകൾക്ക് FL 4C ലൈസൻസ് ആയിരിക്കും നൽകുക. ലൈസൻസ് ഫീസ് 10 ലക്ഷമാക്കണമെന്നായിരുന്നു IT വകുപ്പിന്റെ നിർദ്ദേശം. എന്നാൽ 20 ലക്ഷം വേണമെന്ന എക്സൈസ് വകുപ്പിന്റെ ആവശ്യം അംഗീകരിച്ചു. രാവിലെ 11 മുതൽ രാത്രി 11 വരെയായിരിക്കും പ്രവർത്തന സമയം. പ്രവർത്തന പരിചയവും സർക്കാർ നിശ്ചയിക്കുന്ന വാർഷിക വിറ്റുവരവുമുള്ള കമ്പനികൾക്കാണ് നടത്തിപ്പിന് അനുമതി. ബാർ നടത്തിപ്പുകാർക്ക് പാർക്കുകളിൽ മദ്യം നൽകുന്നതിന് അനുമതി ഉണ്ടാകില്ല. സർക്കാർ ഉടമസ്ഥതയിലോ നിയന്ത്രണത്തിലോ ഉള്ള പാർക്കുകളിൽ പ്രത്യേക സ്ഥലത്ത് സ്ഥാപിക്കുന്ന വിനോദ കേന്ദ്രത്തിലായിരിക്കും മദ്യശാലകൾ. ജോലി സമയത്ത് ജീവനക്കാർ മദ്യപിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ബന്ധപ്പെട്ട കമ്പനികൾക്ക് തീരുമാനമെടുക്കാം. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മാറുന്ന മുറയ്ക്ക് സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കും. 24 തിരുവനന്തപുരം. ഇതാണ് മാസ്റ്റേഴ്സ് ഡിസൈനേഴ്സ് എന്ന് പ്രേക്ഷകർ പറയുന്നു. മീൻ ചത്തു പൊന്തിയതിനൊപ്പം സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലേക്കും കുടിവെള്ള സ്രോതസ്സുകളിലേക്കും ഈ പ്രശ്നം എങ്ങനെ എഫക്റ്റ് ചെയ്തു എന്നും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഉറപ്പായും പരിശോധിക്കേണ്ട കാര്യമാണ്. എന്തായാലും മത്സ്യക്കുരുതിയിൽ പരസ്പരം പഴിചാരുകയാണ് സർക്കാർ വകുപ്പുകൾ. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ പരസ്പരം പഴിചാരുന്നു സർക്കാർ വകുപ്പുകൾ. വ്യവസായ വകുപ്പിനും മലിനീകരണ നിയന്ത്രണ ബോർഡിനും ഗുരുതര വീഴ്ച ഉണ്ടായി എന്ന് ജല വകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുകയാണ്. സംഭവത്തിൽ വിവിധ വിഭാഗങ്ങളുടെ പരിശോധനകൾ പുരോഗമിക്കുകയുമാണ്. മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതിന് പിന്നാലെ പ്രതിക്കൂട്ടിലായ ജലവിഭവ വകുപ്പാണ് ജില്ലാ കളക്ടർക്ക് വിശദമായ റിപ്പോർട്ട് നൽകിയത്. മുന്നറിയിപ്പില്ലാതെ പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഷട്ടറുകൾ തുറന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നായിരുന്നു വ്യവസായ വകുപ്പിന്റെയും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും ന്യായീകരണം. എന്നാൽ ഷട്ടറുകൾ തുറക്കും മുന്നേ മീനുകൾ ചത്തുപൊങ്ങിയിരുന്നതായി ജലവിഭവ വകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. വിവരം നാട്ടുകാർ മലിനീകരണ നിയന്ത്രണ ബോർഡിനെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇടയാർ വ്യവസായ മേഖലയിലെ ഫാക്ടറികളിൽ നിന്നും രാസമാലിന്യം ഒഴുക്കിവിട്ടതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും ജലവിഭവ വകുപ്പ് കളക്ടറെ അറിയിച്ചു. അതേസമയം ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഫോർട്ട് കൊച്ചി സബ് കളക്ടർ മീര കെയുടെ നേതൃത്വത്തിലുള്ള സംഘം പെരിയാറിൽ പരിശോധന നടത്തി. ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നോ ഏതെങ്കിലും ഇൻഡസ്ട്രിയുടെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും രീതിയിലുള്ള അനാസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തീർച്ചയായും അന്വേഷിക്കും. ഈ ഒരു പ്രിലിമിനറി റിപ്പോർട്ട് 2 ദിവസത്തിനകം തന്നെ ജില്ലാ കളക്ടർക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതാണ്. അതിന്റെ കൂടെ വിശദമായിട്ടുള്ള ലാബ് റിപ്പോർട്ട്സും എല്ലാം കൂടെ വന്ന് ഒരു ഡീറ്റെയിൽ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതാണ്. മത്സ്യത്തൊഴിലാളികളുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും യോഗം നാളെ സബ് കളക്ടറുടെ ഓഫീസിൽ ചേരും. കുഫോസിലെ വിദഗ്ധരുടെ സംഘവും പെരിയാറിൽ പരിശോധന നടത്തുന്നുണ്ട്.
പരിശോധനകൾ തകൃതിയായി നടക്കുന്നുണ്ട്. സർക്കാർ വകുപ്പുകളുടെ തമ്മിലടിയും. ഇതിനെല്ലാമിടയിൽ സമാനതകളില്ലാത്ത ദുരിതത്തിലൂടെയാണ് പെരിയാറിന്റെ തീരത്തെ ജനങ്ങൾ ജീവിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് മുഹമ്മദിനൊപ്പം അശ്വിൻ പാലാഴി, 24. അപ്പോൾ പരസ്പര പഴിചാലിനപ്പുറം ആരാണ് യഥാർത്ഥ ഉത്തരവാദി, എന്തെങ്കിലും മാതൃകാ നടപടി ഉണ്ടാകുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ് കേട്ടോ. ലൈംഗികാതിക്രമ കേസിൽ വിദേശത്ത് ഒളിവിൽ കഴിയുന്ന JDS നേതാവ് പ്രജ്വൽ രേവണ്ണയുടെ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കാൻ സമ്മർദ്ദം ശക്തമാക്കി കർണാടക സർക്കാർ. ആവശ്യമുന്നയിച്ച് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വീണ്ടും പ്രധാനമന്ത്രി കത്തയച്ചു. കത്ത് പരിശോധിക്കുകയാണെന്നും തുടർ നടപടി ആലോചിക്കുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. 27 ദിവസമായി വിദേശത്ത് ഒളിവിൽ കഴിയുന്ന പ്രജ്വൽ രേവണ്ണയെ നാട്ടിലെത്തിക്കാൻ കടുത്ത നടപടിയിലേക്ക് കടക്കുകയാണ് കർണാടക സർക്കാർ. ഇതിനായി പ്രജ്വലിന്റെ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കാൻ കേന്ദ്ര സർക്കാരിനുമേൽ ശക്തമായ സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. പ്രജ്വൽ വിദേശത്തേക്ക് കടന്നതും 6ഓളം രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തതും ഇതേ പാസ്പോർട്ട് ഉപയോഗിച്ചാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇന്ത്യയിൽ അറസ്റ്റ് വാറണ്ട് നിലനിൽക്കെ പലതവണ ആവശ്യപ്പെട്ടിട്ടും നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കാൻ വിദേശകാര്യ മന്ത്രാലയം എന്തുകൊണ്ട് തയ്യാറാകുന്നില്ലെന്നാണ് കർണാടക സർക്കാരിന്റെ ചോദ്യം. അതേസമയം കർണാടക മുഖ്യമന്ത്രി അയച്ച രണ്ടാമത്തെ കത്തിൽ മന്ത്രാലയത്തിന്റെ അനുകൂല പ്രതികരണം ഉണ്ടായെന്നാണ് സൂചന. കർണാടകയിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിനു ശേഷം പ്രജ്വൽ കീഴടങ്ങുമെന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ വിഷയം ദേശീയ തലത്തിൽ ചർച്ചയായ പശ്ചാത്തലത്തിൽ പ്രജ്വൽ ഉടൻ കീഴടങ്ങേണ്ടെന്നായിരുന്നു BJP നേതൃത്വത്തിന്റെ നിലപാട്. എന്നാൽ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലെത്തിയ സാഹചര്യത്തിൽ പ്രജ്വലിന്റെ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കാനാണ് സാധ്യത. 24 ബംഗളൂരു. സ്വാതി മാലിവാൾ കേസിൽ രോഗബാധിതരായ തന്റെ മാതാപിതാക്കളെ ചോദ്യം ചെയ്യാൻ നീക്കമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. പോലീസിന് വരവിനായി കാത്തിരിക്കുകയാണെന്ന് സമൂഹമാധ്യമ എക്സിൽ കെജ്രിവാൾ പറയുന്നു. കെജ്രിവാളിന്റെ രക്ഷിതാക്കളെ പ്രധാനമന്ത്രി പീഡിപ്പിക്കുന്നു എന്ന് ആം ആദ്മി പാർട്ടി കുറ്റപ്പെടുത്തി. എന്നാൽ ഇന്ന് മൊഴി രേഖപ്പെടുത്താനില്ല എന്നാണ് ഡൽഹി പോലീസിന്റെ പ്രതികരണം. ചോദ്യം ചെയ്യലിന് സമയം തേടി ഡൽഹി പോലീസ് സമീപിച്ചെന്ന് കാണിച്ച് ഇന്നലെയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സമൂഹ മാധ്യമത്തിൽ കുറിപ്പ് പോസ്റ്റ് ചെയ്തത്. എപ്പോൾ വരും എന്നത് സംബന്ധിച്ച വിവരം ലഭിച്ചിട്ടില്ലെന്നും കുറിപ്പിലുണ്ടായിരുന്നു. തന്റെ മാതാപിതാക്കൾ ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ പങ്കാളികളാണോ എന്നും കേജ്രിവാൾ നരേന്ദ്രമോദിയോട് ചോദിച്ചു. മാതാപിതാക്കളെ കൈപിടിച്ചു നടത്തുന്ന ദൃശ്യങ്ങൾ പങ്കുവച്ചാണ് കേജ്രിവാളിന്റെ ചോദ്യം. പ്രധാനമന്ത്രി മോദി കേജ്രിവാളിന്റെ രക്ഷിതാക്കളെ പീഡിപ്പിക്കുന്നുവെന്നും ജനങ്ങൾ ഇതിന് മറുപടി നൽകുമെന്നും ആം ആദ്മി പാർട്ടി പ്രതികരിച്ചു. സ്വാതി മലിവാളിനെ കേജ്രിവാളിന്റെ PA ആക്രമിച്ച സമയത്ത് വസതിയിൽ മാതാപിതാക്കൾ ഉണ്ടായിരുന്നതിനാൽ മൊഴി രേഖപ്പെടുത്താനാണ് ഡൽഹി പോലീസ് നീക്കം. ഇന്ന് മൊഴി രേഖപ്പെടുത്തിയേക്കില്ല. 24 ഡൽഹി. സംസ്ഥാന GST വകുപ്പിന്റെ നേതൃത്വത്തിൽ വ്യാപക പരിശോധന. വ്യാജ GST രജിസ്ട്രേഷൻ നിർമ്മിച്ച അനധികൃത വ്യാപാരം നടത്തുന്ന സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന. നിരവധി പേരെ കസ്റ്റഡിയിലെടുത്തു. GST വകുപ്പിന് കീഴിലെ ഇന്റലിജൻസ് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് പുലർച്ചെ മുതൽ പരിശോധന തുടങ്ങിയത്. 350 ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്തെ 101 കേന്ദ്രങ്ങളിൽ ഒരേ സമയം പരിശോധന നടത്തുന്നത്. വ്യാജ GST രജിസ്ട്രേഷൻ നിർമ്മിച്ച് അനധികൃത വ്യാപാരം നടത്തുന്ന സ്ഥാപനങ്ങളെക്കുറിച്ച് വകുപ്പിന് പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ്. സംസ്ഥാനത്ത് വ്യാജ GST രജിസ്ട്രേഷനിലൂടെ 1200 കോടി രൂപയുടെ അനധികൃത വ്യാപാരം നടന്നതായി GST അധികൃതർ പറഞ്ഞു. പാലക്കാട് ഓങ്ങല്ലൂരിലെ സ്ക്രാപ്പ് ഗോഡൌണുകളിൽ നിന്ന് വൻതോതിലുള്ള കൃത്രിമം കണ്ടെത്തിയതായാണ് സൂചന. കസ്റ്റഡിയിലെടുത്തവരെ എറണാകുളത്തെ ക്യാമ്പ് ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്യുകയാണ്. ഇതൊരു വലിയ റാക്കറ്റാണെന്നും മൊഴികളുടെ അടിസ്ഥാനത്തിൽ റെയ്ഡ് വ്യാപിപ്പിക്കുമെന്നും അധികൃതർ പറഞ്ഞു. 24 പാലക്കാട്. അവയവക്കടത്തിന്റെ ദുരൂഹ കഥകൾ പുറത്തേക്ക്. കൊച്ചി അവയവക്കടത്തിൽ പിടിയിലായ സാബിത്ത് നാസർ മുഖ്യ സൂത്രധാരനെന്ന് പോലീസ്. പണമിടപാട് സംബന്ധിച്ച് നിർണായക രേഖകൾ കണ്ടെത്തി. കൊച്ചി സ്വദേശിയായ സാബിത്തിന്റെ സുഹൃത്തിനായുള്ള അന്വേഷണം തുടങ്ങി. 24 എക്സ്ക്ലൂസീവ്. അവയവം സ്വീകരിക്കാനുള്ളവരെയും നൽകാനുള്ളവരെയും കണ്ടെത്തുന്നത് സാബിത്താണ്. 30 മുതൽ 40 ലക്ഷം രൂപ വരെ പറഞ്ഞുറപ്പിക്കും. ശേഷം ഇറാനിലേക്ക് കൊണ്ടുപോകുന്നതാണ് രീതി. ക്രിപ്റ്റോ കറൻസി വഴിയാണ് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നതെന്ന് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ കണ്ടെത്തി. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സാബിത്ത് കേവലം ഇടനിലക്കാരനല്ല, മുഖ്യ സൂത്രധാരനാണെന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. ബംഗളൂരു, ഹൈദരാബാദ് നഗരങ്ങൾക്ക് പുറമെ ഡൽഹിയിൽ നിന്നും ആളുകളെ ഇറാനിലേക്ക് കടത്തിയിട്ടുണ്ട്. സാബിത്തിന്റെ കൂട്ടാളികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ്. രാജ്യവ്യാപക അന്വേഷണം വേണ്ട കേസായതിനാൽ കേന്ദ്ര ഏജൻസികൾ എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. വിഷ്ണു സുരേഷ്, 24 കൊച്ചി.
SK മീഡിയ പ്രശ്നം പറയുന്നു 2 മഴ പെയ്തപ്പോഴേക്കും പുതിയ നാഷണൽ ഹൈവേയിൽ പല സ്ഥലത്തും സംരക്ഷണ ഭിത്തിയിൽ ഇടിയാൻ തുടങ്ങി. മഴ ഇനിയും ഒരുപാട് വരാൻ കിടക്കുന്നു. ഈ മഴക്കാലം കഴിയുമ്പോഴേക്കും ഏതൊക്കെ സ്ഥലങ്ങളിൽ റോഡ് ബാക്കി ഉണ്ടാകുമോ എന്തോ എന്ന് ചോദിക്കുകയാണ്. വെൽക്കം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇവിടെ കോഴിക്കോട് നന്മണ്ട വില്ലേജ് ഏഴുകുളത്ത് വീടുകളിൽ വെള്ളം കയറി 46 കുടുംബങ്ങളെ വിവിധ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചു എന്നൊരു വാർത്ത വരുന്നുണ്ട്. പല വീടുകളിലും വെള്ളം കയറുകയും പല സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുന്ന ആലോചനകൾ നടക്കുകയും ചെയ്യുന്ന മണിക്കൂറുകൾ കൂടിയാണ്. കരമന അഖിൽ കൊലപാതക കേസിലെ പ്രതികളെ സംഭവസ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി AV ജയശങ്കർ ഒരുങ്ങുക ചെയ്തു. ജയശങ്കർ, ഇവിടെ എത്തിയ പ്രതികളോട് നാട്ടുകാർ കുറച്ച് വൈകാരികമായി പെരുമാറിയെന്ന് തോന്നുന്നു അല്ലേ? അശ്മി, അല്പസമയം മുമ്പാണ് ഈ കരമന അഖിൽ കേസുമായി ബന്ധപ്പെട്ട പ്രതികളെ പോലീസ് സംഭവ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തിയത്. ഈ വീടിനടുത്തുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ അഖിലിനെ ഈ സംഘം കൊലപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ വീടിന് മുമ്പിലേക്ക് പോലീസ് പ്രതികളുമായി എത്തിയൊരു ഘട്ടത്തിൽ ഈ നാട്ടുകാരും ബന്ധുക്കളും ഉൾപ്പെടെ വളരെ വൈകാരികമായാണ് പ്രതികരിച്ചത്. വലിയ തോതിൽ പ്രതികൾക്ക് നേരെ ഒരു പ്രതിഷേധം ഇവർ രേഖപ്പെടുത്തി. പ്രതികൾക്ക് നേരെ തെറി ഉൾപ്പെടെ ഈ ബന്ധുക്കളും നാട്ടുകാരും വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പോലീസ് വളരെ പണിപ്പെട്ടാണ് ഈ ആളുകളെയും മറ്റും നിയന്ത്രിച്ചത്. വലിയൊരു പോലീസ് കൊണ്ടായിരുന്നു പോലീസ് അങ്ങോട്ട് എത്തിയത്. കാരണം ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ സാധ്യത നേരത്തെ കണ്ടിരുന്നു. എന്തായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. പോലീസ് നിലവിൽ ഈ പ്രതികളുമായി സംഭവ സ്ഥലത്ത് നിന്ന് തിരിച്ചിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ മറ്റ് അന്വേഷണങ്ങൾ, ശാസ്ത്രീയ തെളിവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം കോടതിയിൽ കേസുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കും. എന്തായാലും പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തുകൊണ്ട് മറ്റു തരത്തിൽ എന്തെങ്കിലും കാരണമുണ്ടോ, മറ്റു വിഷയങ്ങളുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ശേഖരിക്കുകയാണ്. എന്തായാലും അഖിൽ വധക്കേസുമായി ബന്ധപ്പെട്ട പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നു. എന്തായാലും ഈ കേസ് പിന്നാലെയാണ് പോലീസ് ഗുണ്ടാവിളയാട്ടത്തിനെതിരെ കർശന നടപടിയുമായി തിരുവനന്തപുരത്ത് രംഗത്തെത്തിയത്. പോലീസ് വലിയ തോതിൽ ഗുണ്ടകൾക്കെതിരെ നടപടി സ്വീകരിച്ചു. ജില്ലയുടെ പല ഭാഗത്തും ഇതിന്റെ ഭാഗമായി പരിശോധനകളും മറ്റും നടന്നു. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളിലേക്ക് പോലീസ് അത്രത്തോളം അതിക്രൂരമായ രീതിയിലായിരുന്നു കൊലപാതകം. നാട്ടുകാർ അങ്ങനെ പ്രതികരിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. 6ാം ഘട്ട പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 6ാം ഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. ഡൽഹി അടക്കം 6 സംസ്ഥാനങ്ങളും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് ശനിയാഴ്ച വോട്ടെടുപ്പ്. അംബാനിയുടെയും അദാനിയുടെയും ആഗ്രഹത്തിനനുസരിച്ചാണ് പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പഞ്ചാബിലും ഹരിയാനയിലും പ്രചാരണം നടത്തും. ഡൽഹി, ജമ്മു കശ്മീർ, ബീഹാർ, ഒഡീഷ, ജാർഖണ്ഡ്, ഹരിയാന, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലായി 58 മണ്ഡലങ്ങളിലെ വോട്ടർമാരാണ് ശനിയാഴ്ച പോളിംഗ് ബൂത്തിലെത്തുക. 889 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. മനോഹർലാൽ ഖട്ടാർ, മെഹബൂബ മുഫ്തി, മനേക ഗാന്ധി, ധർമ്മേന്ദ്ര പ്രധാൻ, സംബിത് പാത്ര, ബാൻസുരി സ്വരാജ്, അഭിജിത് ഗംഗോപാധ്യായ, സോംനാഥ് ഭാരതി, കനയ്യകുമാർ തുടങ്ങിയവരാണ് 6ാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ. അംബാനിയുടെയും അദാനിയുടെയും ആഗ്രഹപ്രകാരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവർത്തിക്കുന്നതെന്ന് ഡൽഹിയിലെ പ്രചാരണ റാലിയിൽ രാഹുൽ ഗാന്ധി ആരോപിച്ചു. अदानी जी के लिए, अंबानी जी के लिए वो जो भी चाहते हैं 2 मिनट में मोदी जी कर देते हैं. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലെ ഭിവാനി, മഹേന്ദ്രഗഡിലും പഞ്ചാബിലെ പട്യാലയിലും പ്രചാരണ റാലികളിൽ പങ്കെടുക്കും. കർഷക സമരത്തിന്റെ പ്രഭവ കേന്ദ്രങ്ങളായ ഇരു സംസ്ഥാനങ്ങളിലും BJP നേതാക്കൾക്കെതിരെ കടുത്ത പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. 24 ഡൽഹി. നിമിഷപ്രിയയുടെ മോചനത്തിനായി രൂപീകരിച്ച സഹായ സമിതിയിൽ ഭിന്നത. പ്രാരംഭ ചർച്ചയ്ക്ക് വേണ്ട പണപ്പിരിവിനെ ചൊല്ലിയാണ് തർക്കം. ചർച്ചയുടെ ഭാഗമായി 38 ലക്ഷം രൂപ വേണമെന്ന് ഡിസ്ട്രസ് മാനേജ്മെന്റ് കളക്റ്റീവ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ദീപ ജോസഫ് 24 പറഞ്ഞു. സഹായ സമിതിയുടെ തീരുമാനപ്രകാരമല്ല പണപ്പിരിവെന്നാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട്. നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള സഹായ സമിതിക്ക് സ്വന്തം ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കെ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഡിസ്ട്രസ് മാനേജ്മെന്റ് കളക്റ്റീവ് എന്ന സംഘടന പണപ്പിരിവ് നടത്തുന്നതിൽ എതിർപ്പുമായി ഒരു വിഭാഗം രംഗത്തു വന്നതോടെയാണ് ഭിന്നത ഉടലെടുത്തത്. ആരൊക്കെ എത്ര പണം വീതം നൽകിയെന്ന് അറിയാനാണ് DMCയുടെ അക്കൗണ്ടിലേക്ക് പണം പിരിച്ചതെന്നാണ് സംഘടനയുടെ ചെയർപേഴ്സണും സേവ് നിമിഷപ്രിയ ആക്ഷൻ സമിതിയുടെ വൈസ് ചെയർപേഴ്സണുമായ അഡ്വക്കേറ്റ് ദീപ ജോസഫിന്റെ വിശദീകരണം. ആദ്യ കാലങ്ങളിൽ തന്നെ ഫണ്ട് ചോദിച്ചിട്ടുമുണ്ട്, ആൾക്കാർ നമുക്ക് ഇട്ടു തന്നിട്ടുമുണ്ട്. അപ്പം ചിലർ വ്യക്തിപരമായിട്ട് തരും. ഗോത്ര തലവന്മാരെ 2 പേരെയും കൂടെ കൂടി ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിച്ച് ഇവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, അവരുടെ ഇനി ചിലപ്പോൾ ദിവസങ്ങൾ എടുക്കുന്ന ചർച്ചയായിരിക്കാം. അപ്പം അതിലേക്ക് അവിടെ വരുന്ന ലോയേഴ്സ്, പിന്നെ ആരെയൊക്കെ ഈ ചർച്ചയ്ക്കകത്ത് ഉൾപ്പെടുത്തണം, അതെല്ലാം ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ലോയറിലാണ് നിക്ഷിപ്തം.
മൊത്തമായിരിക്കുന്നത്. ആ എക്സ്പെൻസസിലേക്കാണ് ഈ പൈസ യൂസ് ചെയ്യുക. പ്രാരംഭ ചർച്ചകൾക്ക് വേണ്ടി പണം വേണമെന്ന വാദത്തെ തന്നെ തള്ളുകയാണ് എതിർവിഭാഗം. കുടുംബവുമായി നേരിട്ട് ചർച്ചകൾ നടത്തുക, അതിന് പ്രീ നെഗോസിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇന്നേ വരെ ലോകത്ത് ഒരു ഇസ്ലാമിക രാജ്യത്തിനകത്തും നമ്മൾ കണ്ടിട്ടുള്ളതല്ല. അപ്പോൾ ആദ്യമായി ഇത്തരം ഒരു ആവശ്യവുമായി വരുന്നു, അതൊരു സംശയത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്നു. ആ സമയത്ത് ഈ സംഘടനയ്ക്കകത്ത് ഒരു കുറുമുന്നണി രൂപപ്പെടുന്നു. ആ കുറുമുന്നണിയുടെ ഭാഗമായിക്കൊണ്ട് ഈ സംശയാസ്പദമായ ഒരു സംഘടനയ്ക്കകത്ത് അല്ലെങ്കിൽ നേരത്തെ സുതാര്യമല്ലാത്ത ചരിത്രമുള്ള ഒരു സംഘടനയ്ക്കകത്തേക്ക് പണം പിരിക്കുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് സംഘടനയ്ക്കകത്ത് രൂപപ്പെടാനുണ്ടായ കാരണം. ഗോത്ര തലവന്മാരുമായുള്ള ചർച്ചയ്ക്കുള്ള ഒരുക്കങ്ങൾക്കായാണ് പണമെന്നാണ് DMC വ്യക്തമാക്കുന്നത്. സഹായ സമിതിയുടെ അക്കൗണ്ടിലൂടെ മാത്രമേ പണം സ്വീകരിക്കൂ എന്ന് തീരുമാനിച്ചാൽ പ്രശ്നം അവസാനിക്കുമെന്നാണ് മറുപക്ഷത്തിന്റെ നിലപാട്. നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ദൗത്യം തുടരുമെന്ന് ഇരുവിഭാഗവും വ്യക്തമാക്കി. 24 ഡൽഹി. നമ്മളെല്ലാവരും കൈകോർത്തൊരു ജീവൻ രക്ഷിച്ചതാണ്. ഇത് മറ്റൊരു ജീവൻ രക്ഷിക്കാനുള്ള ശ്രമമാണ്. അതിനുള്ളിൽ കുറുമുന്നണി ഉണ്ടാവുക, ആ ഫണ്ടിനെ ചൊല്ലി തർക്കങ്ങളും സംശയങ്ങളും ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര നല്ല കാര്യമല്ല. അത് ബന്ധപ്പെട്ടവർ ചിന്തിക്കേണ്ടതാണ്. തൃശ്ശൂരിലെ വെള്ളക്കെട്ടിൽ പ്രതിഷേധിച്ച് കോർപ്പറേഷൻ മേയറെ ഉപരോധിച്ച് BJP കൗൺസിലർമാർ. മേയർ ഓടി ഒളിക്കുന്നു എന്ന് BJP നേതാക്കൾ വിമർശിച്ചു. മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തുന്നതിൽ കോർപ്പറേഷന് ഗുരുതര വീഴ്ച എന്നും കൗൺസിലർമാർ കുറ്റപ്പെടുത്തി. സൂരജ് സജീവങ്ങൾ വെച്ചിരുന്നു. സൂരജ്, അപ്പോൾ തൃശ്ശൂരിൽ വെള്ളക്കെട്ടിനൊപ്പം പ്രതിഷേധത്തിന്റെ വേലിയേറ്റം കൂടി തുടങ്ങുകയാണ് അല്ലേ? അതെ ഹാഷ്മി, നിലവിൽ ഈ മേയറുടെ ചേംബർ ഉപരോധിച്ചുകൊണ്ടാണ് നിലവിൽ BJPയുടെ പ്രതിഷേധം മുന്നോട്ട് പോകുന്നത്. UDFും നേരത്തെ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് രംഗത്തെത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ BJP കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ മേയറുടെ ചേംബർ തന്നെ ഉപരോധിച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഈ മഴക്കാല പൂർവ്വ ശുചീകരണത്തിൽ ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്ന് ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് നിലവിൽ ഈ BJP കൗൺസിലർമാരും ഈ പ്രതിഷേധ രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ തൃശ്ശൂർ ഒരു സമരമുഖത്തേക്ക് പോവുകയാണെന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പോകുന്നത്. എങ്ങനെയാണ് നമ്മുടെ പ്രതിഷേധം ശക്തമാക്കുക? പ്രതിഷേധം ഇതിപ്പോൾ നമ്മളൊരു സൂചനാ സമരം മേയർ ചേംബറിനുള്ളിൽ, മേയർ സ്ഥലത്തില്ല, നഗരം ഒറ്റ ഇന്നലത്തെ രാത്രിയിലത്തെ ഒരു മഴയ്ക്ക്, അതോ 2 മണിക്കൂർ നീണ്ടുന്ന ഒരു മഴയ്ക്കാണ് തൃശ്ശൂർ നഗരം മൊത്തം വെള്ളത്തിലായിട്ടുള്ളത്. അപ്പോൾ ഇത് വലിയ വീഴ്ചയാണ് കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. ഞങ്ങൾ ഏകദേശം 1 മാസം മുമ്പ് BJP കൗൺസിലർമാർ മേയർക്ക് ലെറ്റർ കൊടുത്തു. മഴ വരാൻ പോകുന്നു, എത്രയും പെട്ടെന്ന് നമ്മൾ തോടുകൾ ക്ലീനിങ്, മഴക്കാല പൂർവ്വ. ഓക്കെ, അപ്പോൾ അവിടെ പ്രതിഷേധങ്ങൾ തുടരുകയാണ്. നേരത്തെ മുതൽ തന്നെ പ്രതിപക്ഷം പറയുന്നതാണ് അങ്ങനെയൊക്കെ. അപ്പോൾ അതിൻ്റെ പ്രതിഷേധങ്ങൾ അതിൻ്റെ തുടർച്ചയിൽ വെള്ളക്കെട്ടും അങ്ങനെ തുടരുന്നു. CPMനോടുള്ള സമീപനത്തെ ചൊല്ലി സമസ്തയിലെ ഭിന്നത തുടരുന്നു. സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിലെ ചീഫ് എഡിറ്റർക്ക് പത്രത്തിലെ ലേഖനത്തിലൂടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ മുസ്തഫ മുണ്ടുപാറ മറുപടി നൽകി. സുപ്രഭാതത്തിന് നയംമാറ്റം സംഭവിച്ചിട്ടില്ലെന്നും വാർത്തയിലും പരസ്യത്തിലും എല്ലാ വിഭാഗക്കാരെയും ഉൾക്കൊള്ളുന്നതാണ് നയം എന്നുമാണ് മറുപടി. സമസ്തയിലെ ചിലർ ഇടതുപക്ഷവുമായി അടുക്കാൻ ശ്രമിക്കുന്നുവെന്നും സുപ്രഭാതത്തിന് നയംമാറ്റം വന്നതുകൊണ്ടാണ് ഗൾഫ് എഡിഷൻ ഉദ്ഘാടന പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നത് എന്നായിരുന്നു മുഷാവറ അംഗവും ചീഫ് എഡിറ്ററുമായ ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദിവിയുടെ വിമർശനം. എന്നാൽ എല്ലാ വിഭാഗക്കാരെയും ഉൾക്കൊള്ളുക എന്ന നയത്തിന്റെ ഭാഗമായാണ് ഇടതുമുന്നണിയുടെ പരസ്യം പത്രം പ്രസിദ്ധീകരിച്ചത് എന്നാണ് പത്രത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ മുസ്തഫ മുണ്ടുപാറയുടെ മറുപടി. പാണക്കാട് ഹൈദരലി തങ്ങളുടെ കാലത്ത് രൂപീകരിച്ച നയത്തിൽ മാറ്റം വന്നിട്ടില്ലെന്നും മുസ്തഫ മുണ്ടുപാറ ഇന്ന് സുപ്രഭാതം പത്രത്തിലെഴുതിയ ലേഖനത്തിൽ വിശദീകരിക്കുന്നു. പത്രത്തിന്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ വസ്തുതയ്ക്ക് നിരക്കാത്തതാണ്. പാണക്കാട് സാദിഖലി തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി എന്നിവരിൽ നിന്നും തീയതി ഉറപ്പിച്ച ശേഷമാണ് മറ്റു അതിഥികളെ ക്ഷണിച്ചത്. സമസ്ത മുഷാവറ അംഗമായ ബഹാവുദ്ദീൻ നദിയുടെ വിമർശനത്തിൽ ഇന്നലെ നേതൃത്വം വിശദീകരണം ചോദിച്ചിരുന്നു. 2 ദിവസത്തിനകം വിശദീകരണം നൽകാനാണ് സമസ്ത ആവശ്യപ്പെട്ടത്. സുപ്രഭാതം ഗൾഫ് എഡിഷൻ പരിപാടിയിൽ നിന്ന് ലീഗിനൊപ്പം ബഹാവുദ്ദീൻ മുഹമ്മദ് നദിവിയും വിട്ടുനിന്നിരുന്നു. 24 തിരൂർ. വസ്തുതമായി പറയുകയാണ്, ഇവിടെയൊക്കെ മഴക്കാറ് കയറി ഇരുണ്ട് മൂടി ആകെ നിശബ്ദമായൊരവസ്ഥയാണ്. വലിയ മഴയ്ക്കുള്ള ഒരുക്കമാണോ എന്തോ എന്ന് പറയുകയാണ്. അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ മഴക്കാട് മൂടി ഒരുപക്ഷെ ഭീകരം എന്നൊക്കെ തോന്നാവുന്ന അവസ്ഥയിൽ നിൽപ്പുണ്ട്. പെയ്ത്ത് കാലമാണ്. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. പാലക്കാട് കൊല്ലങ്കോട് കമ്പിവേലിയിൽ കുടുങ്ങി പുലി ചത്ത സംഭവത്തിൽ സ്ഥലമുടമയ്ക്കെതിരെ കേസെടുത്തതിൽ നാട്ടുകാർക്ക് പ്രതിഷേധം. ഉടമയുടെ അറിവോടെയല്ല കെണിവെച്ചതെന്ന് കർഷക സംരക്ഷണ സമിതി വ്യക്തമാക്കി. കേസുമായി മുന്നോട്ട് പോയാൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും നാട്ടുകാർ പറയുന്നു. ഈ കമ്പിവേലിയിലാണ് വാഴപ്പുഴ മേഖലയെ കഴിഞ്ഞ കുറേയധികം നാളുകളായി ഭീതിയിലാക്കുന്ന പുലി ഏതാണ്ട് 6 മണിക്കൂറിലധികം സമയം കുരുങ്ങിക്കിടന്നത്. ഇത് സാധാരണ ഒരു കമ്പിവേലിയല്ലെന്നും വന്യമൃഗങ്ങളെ പിടികൂടാൻ വേണ്ടി സ്ഥാപിച്ചതാണ് എന്നും കാണിച്ചാണ് വനംവകുപ്പ് സ്ഥലമുടമയ്ക്കെതിരെ കേസെടുത്തത്. ഇന്നലെ പുലർച്ചെയാണ് വാഴപ്പുഴ സ്വദേശി ഉണ്ണികൃഷ്ണന്റെ പറമ്പിലെ കമ്പിവേലിയിൽ കുരുങ്ങിയ നിലയിൽ പുലിയെ കണ്ടെത്തിയത്. 6 മണിക്കൂറുകൾക്ക് ശേഷം പുലിയെ പിടികൂടി കൂട്ടിലാക്കിയെങ്കിലും
അല്പസമയം കഴിഞ്ഞ് പുലിക്ക് ജീവൻ നഷ്ടമായി. സംഭവത്തിൽ സ്ഥലമുടമയ്ക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് വനംവകുപ്പ് ഇപ്പോൾ. പുലി കുരുങ്ങിയ കമ്പി സാധാരണ കമ്പിയല്ലെന്നാണ് വനംവകുപ്പ് വാദം. പന്നിയെ പിടികൂടാൻ സ്ഥാപിച്ച കെണിയാണെന്നും അതുകൊണ്ടാണ് പുലിക്ക് രക്ഷപ്പെടാൻ കഴിയാതിരുന്നതെന്നും വനംവകുപ്പ് പറയുന്നു. എന്നാൽ സ്ഥലമുടമയ്ക്ക് കെണിയുമായി ഒരു ബന്ധവുമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. കേസെടുത്താൽ ശക്തമായ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ടു പോകും. നായ്ക്കൾ മാലിന്യം പിടിച്ചിട്ട് അത് എൻ്റെ സ്ഥലത്ത് പട്ടുവച്ചാൽ എന്നെ കേസെടുക്കുന്ന ഒരു സ്ഥിതിയാണ് ഇന്നത്തെ നിയമ വ്യവസ്ഥ. അത് പറ്റില്ല. അങ്ങനെ കേസെടുക്കുകയാണെങ്കിൽ വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് കർഷക സംരക്ഷണ സമിതി മുന്നോട്ട് പോകും. പുലി ചത്തു, ഇനിയിപ്പോൾ നാളെ മയിലാണ് ചാകുന്നത്, അതിൻ്റെ പിറ്റേ ദിവസം മാനാണ് ചാകുന്നത്. ഇതിനൊക്കെ കേസെടുക്കാൻ നിന്നാൽ കർഷകൻ ഈ കൃഷിയും കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. കഴിഞ്ഞ ഏതാനും നാളുകളായി മേഖലയിൽ ഭീതി വിതയ്ക്കുന്നുണ്ട് 5 വയസ്സ് പ്രായം തോന്നിക്കുന്ന പുലി. മേഖലയിൽ മറ്റൊരു പുലിയുടെ സാന്നിധ്യം കൂടി ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. 24 പാലക്കാട്. അപ്പോൾ കുറേ അധികം സമയം ആ പുലിയോടെ പിടിച്ചു വന്നു, അതിനെ മയക്കോട് വെച്ച് പുലി ചത്തു. അപ്പോൾ അത്രയും കുറ്റങ്ങൾ മറച്ചു വെക്കാനാണോ ഒന്നും അറിയാത്ത ആ സ്ഥലമുടമയുടെ തലയിൽ കൊണ്ട് കേസ് വെക്കുന്നത് എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്, നാട്ടുകാർക്കിടയിൽ ഉണ്ട് കേട്ടോ. മൂന്നാറിലെ തോട്ടം മേഖലയെ വിറപ്പിച്ച് വീണ്ടും കടുവകൾ. പെരിയവര ലോവർ ഡിവിഷനിൽ ഇറങ്ങിയ കടുവാക്കൂട്ടം പശുക്കളെ ആക്രമിച്ചു കൊന്നു. ആഴ്ചകൾക്ക് മുൻപ് കന്യമൽ എസ്റ്റേറ്റിലും കടുവക്കൂട്ടം ഇറങ്ങിയിരുന്നു. ഇന്നലെ വൈകിട്ട് പെരിയവര എസ്റ്റേറ്റിൽ കണ്ട കടുവകളുടെ ദൃശ്യമാണിത്. ഇത് പകർത്തിയത് തോട്ടം തൊഴിലാളികൾ തന്നെ. ഇതേ സ്ഥലത്തിനടുത്താണ് കഴിഞ്ഞ ദിവസം പെരിയവര സ്വദേശി മേശമ്മാളിന്റെ 2 പശുക്കളെ കടുവ കൊന്നത്. എസ്റ്റേറ്റിൽ മേയാൻ വിട്ട പശുക്കൾക്ക് നേരെയായിരുന്നു കടുവക്കൂട്ടത്തിന്റെ ആക്രമണം. இந்த மாடு நாங்கள் வளர்த்து இதை வச்சு தான் நாங்கள் பிள்ளைகளை எல்லாம் காப்பாற்றுறோம், வர்றோம், போகிறோம், எல்லாம் செய்கிறோம். இப்படி புலி வந்து 3 புலி 4 புலி வந்து அடிச்சிச்சுன்னா நாங்கள் எப்படி மாடு வச்சு ஜீவிக்க முடியும்? കഴിഞ്ഞ 1 വർഷത്തിനിടെ 100-ലധികം പശുക്കൾ കടുവയുടെ ആക്രമണത്തിൽ ചത്തു എന്നാണ് നാട്ടുകാർ പറയുന്നത്. കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന് അറിയിച്ചിട്ടും വനം വകുപ്പ് കാര്യക്ഷമമായി ഇടപെടൽ നടത്തുന്നില്ല എന്നും പരാതിയുണ്ട്. കടുവയുടെ ആക്രമണം തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ തോട്ടം തൊഴിലാളികളുടെ പ്രതിഷേധവും ശക്തമാണ്. 24 ഇടുക്കി. തദ്ദേശ വാർഡ് വിഭജന ഓർഡിനൻസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈമാറി. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗളാണ് ഓർഡിനൻസ് കൈമാറിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി ഇല്ലാത്തതുകൊണ്ട് ഓർഡിനൻസിൽ ഗവർണർ ഒപ്പുവെക്കാത്തതിനെ തുടർന്നാണ് സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. ഷഫീദ് റാവുത്തർ. ഷഫീദ്, ഇലക്ഷൻ കമ്മീഷൻ തീരുമാനം വൈകാൻ സാധ്യത എന്ന് കേൾക്കുന്നു. എന്തായാലും ആ നീക്കത്തിൽ സർക്കാർ കൃത്യമായി മുന്നോട്ടേക്ക് തന്നെയാണ് അല്ലേ? ഹഷ്മി, അക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും സർക്കാർ തയ്യാറല്ല. മാത്രവുമല്ല, ജൂൺ 10 വീണ്ടും നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാനിരിക്കുകയാണ്. സ്വാഭാവികമായും അതടക്കമുള്ള കാര്യങ്ങളായിരുന്നു സംസ്ഥാന സർക്കാരിന് പ്രതിസന്ധിയായത്. കഴിഞ്ഞ ദിവസമാണ് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്ന് തദ്ദേശ വാർഡ് വിഭജനത്തിലുള്ള ഓർഡിനൻസ് അത് രാജ്ഭവൻ അയച്ചത്. രാജ്ഭവൻ എന്നാൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വേണമെന്ന് പറഞ്ഞ് സർക്കാരിന് തിരിച്ചയച്ചു. ഇതിന് പിന്നാലെയാണ് സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. ഈ ഓർഡിനൻസ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൈമാറിയിട്ടുണ്ട്. എന്നാൽ നിലവിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തിരക്കും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും ഉള്ളതിനാൽ ഓർഡിനൻസിൽ കൂടുതൽ പഠനം നടത്തിയ ശേഷം മാത്രമായിരിക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ അനുമതി നൽകുക. അത് വൈകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. സർക്കാരിനെ സംബന്ധിച്ച് ജൂൺ 10 തീയതി നിയമസഭ ചേരണം. നിയമസഭ രാജ്ഭവൻ അനുമതി നൽകിയാൽ സ്വാഭാവികമായും പിന്നെ ഓർഡിനൻസിന് പ്രസക്തി ഉണ്ടാകില്ല. ബില്ലായിട്ട് പിന്നീട് കൊണ്ടുവരേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കൊച്ചി ഇന്ന് കാണുന്ന കൊച്ചിയായതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് തോപ്പുംപടി പാലം. ആ പാലത്തിന് വയസ്സ് 80 കൊച്ചിയുടെ ചരിത്രത്തിന്റെ ഭാഗമായി തോപ്പുംപടി പാലത്തിന്റെ വിശേഷങ്ങൾ കൂടി കാണാം. മട്ടാഞ്ചേരി പാലം, തോപ്പുംപടി പാലം, ഹാർബർ ലിങ്ക് പാലം എന്നീ നിരവധി പേരുകളിലാണ് എനിക്ക് പിന്നിലുള്ള ഈ പാലം അറിയപ്പെടുന്നത്. കൊച്ചിയുടെ മുഖമുദ്രകളിലൊന്നായി ഈ പാലത്തിന് 80 വയസ്സ് പിന്നിട്ടിരിക്കുകയാണ്. ഒരു കിലോമീറ്റർ നീളത്തിലുള്ള ഈ പാലം സ്പാനുകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. 16 സ്പാനുകളിലായി സ്പ്രിംഗ് സംവിധാനത്തിലാണ് നിർമ്മാണം. പൈതൃക കൊച്ചിയും തുറമുഖ കൊച്ചിയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. 1940 നിർമ്മാണം പൂർത്തീകരിച്ചു. 1943 ഏപ്രിൽ 13 കമ്മീഷൻ ചെയ്തു. 75 ടൺ ഭാരമുള്ള വാഹനങ്ങൾ സഞ്ചരിച്ചാലും ബലക്ഷയം ഉണ്ടാകില്ല എന്നതാണ് പറയപ്പെടുന്നത്. തുറമുഖ ശില്പി സർ റോബർട്ട് ബ്രിസ്റ്റോയാണ് ഈ പാലവും രൂപകൽപ്പന ചെയ്തത്. പാശ്ചാത്യ വൈദഗ്ധ്യ സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ബ്രിഡ്ജാണ് കൊച്ചിയിലെ നമ്മുടെ ഈ പാലം. കൊച്ചി കായലിന് കുറുകെയാണ് മട്ടാഞ്ചേരി പാലം ആസൂത്രണം ചെയ്തത്.
പാലം തിരുവിതാംകൂറിലേക്കുള്ള ചരക്ക് നീക്കത്തിന് തടസ്സമാകുമെന്ന് വന്നതോടെ മധ്യഭാഗത്ത് ലിഫ്റ്റ് സ്ഥാപിച്ച് കപ്പൽ കടന്നുപോകാൻ സൗകര്യമൊരുക്കി. 1968 വരെ ഈ ലിഫ്റ്റ് പ്രവർത്തിച്ചിരുന്നു. അത് തൊമ്പടിയിൽ ഹാർബർ പാലത്തിലേക്ക് കയറുന്നിടത്ത് ഒന്ന് പൊട്ടിയപ്പോഴാണ് എല്ലാവരും പോയി കാണുന്നത്. അതിന് ആകെ 2 ഇഞ്ച് വണ്ണത്തിലാണ് അത് വാർത്തിരിക്കുന്നത്. വളരെ ദൂരെയാണ് അതിന് കമ്പിയിട്ടിരിക്കുന്നത്. സാധാരണ നമ്മൾ വളരെ അടുത്ത് വലിയ കട്ടിയുള്ള വലിയ കമ്പികൾ ഇട്ടിട്ടാണ് ഇത് വാർക്കണത്. ആ ഫുട്പാത്ത് വാർത്തിരിക്കുന്നത് നേരിയ കമ്പി ഇട്ടിട്ടാണ്. ഇന്ന് വരെ അതിൻ്റെ ഒരു ചരൾ അതിൻ്റെ പുറത്ത് ഇളകി പോയിട്ടില്ല എന്നുള്ളതാണ് ഈ 80 കൊല്ലം അതോടെ കിടന്നിട്ട്. ബ്രിട്ടീഷുകാർ പണിത പാലത്തിന് 50 വർഷമാണ് പറഞ്ഞത്. പക്ഷെ ഇന്ന് 80 വർഷം കഴിഞ്ഞിട്ടും ആ പാലത്തിന് ശരിക്കും പറഞ്ഞാൽ വലിയ വാഹനങ്ങൾ ഇപ്പോഴും കടന്നു പോകാം. പക്ഷെ നമ്മുടെ ആശങ്കയാണ് പിന്നെ ഒരു അപകടമുണ്ടായാൽ അത് അധികാരികളുടെ തലയിൽ അത് വരും എന്നുള്ളത് കൊണ്ടിട്ട് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ വലിയ വാഹനങ്ങൾ കടത്തിവിടാത്തത്. 80 തലപ്പൊക്കത്തിൽ കൊച്ചി കായലിന്റെ ചാരത തൂകി അങ്ങനെ നിൽക്കുകയാണ് ഈ പാലം. തനിക്ക് പകരം വന്ന പാലവുമായി ഓർമ്മകൾ പങ്കുവെച്ച്. ക്യാമറാമാൻ RYR-നൊപ്പം YS അഭിനന്ദ്, 24. ഇവിടെ നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ ഇർഷാദ് പോലൂടെ ഒരു ആഗ്രഹം പറയുന്നു. അഷ്മിന്റെ വൈഫ് റാഷിദ മുത്തുവിന്റെ ബർത്ത്ഡേ ആണെന്ന് വിഷ് ചെയ്യണേ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ റാഷിദ. അപ്പോൾ ആ ജന്മദിനാശംസയോടുകൂടി നമ്മുടെ ഉച്ചവാർത്ത യാത്ര തൽക്കാലം പൂർണ്ണമാവുന്നു.